ഹേയ് ഓൾ അങ്ങനെ നമ്മൾ 2K ഫാമിലി ആയിരിക്കുകയാണ്. ഇന്നലെ ഈവനിങ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോടൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് ഫോർ യുവർ സപ്പോർട്ട്. ഇന്നലെ 2K ആയപ്പോൾ തൊട്ട് ഈ ഒരു നിമിഷം വരെ ഞാനിങ്ങനെ പാറി പറന്ന് നടക്കായിരുന്നു. അത്രയും സന്തോഷം എനിക്കുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ നമുക്കിന്ന് മുട്ട കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാം. ഫുഡ് ഐറ്റം ഒന്നുമല്ല, മുട്ട കൊണ്ടൊരു ക്യാൻഡിൽ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വിൻറ്റേജ് ആണിൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് അതും കൂടെ ചെയ്യാം. ഒരു 3 ക്യാൻഡിൽ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു ഹോൾ ഇട്ടിട്ട് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെത്തിക്കുക. എന്നിട്ട് ഈ മുട്ട അമ്മ എടുത്ത് കൊണ്ടു കൊടുക്കുക. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഈ മുട്ടത്തോട് നന്നായിട്ട് ഉണങ്ങും. ബാക്കിയൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ അടിഭാഗത്ത് ഒരു കുഞ്ഞ് ഹോളിട്ട് കൊടുക്കുക, മെഴുകുതിരിയുടെ ആ ഒരു ത്രെഡ് കയറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് അടിഭാഗത്ത് ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 എണ്ണവും നമ്മൾ സെയിം പ്രൊസീജിയറിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും തുടക്കം തൊട്ട് അവസാനം വരെ ട്രബിൾസ് ആയിരുന്നു. മെഴുകു ഉരുക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സ്റ്റവിൻ്റെ പുറത്ത് പോകുന്നു, അങ്ങനെ ഒരു ജഗ്ഗ പുകയായിരുന്നു. അപ്പോൾ 3 കളേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. റെഡ്, യെല്ലോ ആൻഡ് ലാവൻഡറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇപ്പം ഈ ക്രയോൺസ് ഒക്കെ ഇട്ടുന്നുണ്ടെങ്കിലും ഈ കളറിലൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഡാർക്ക് കളർ പ്രതീക്ഷിച്ച് എനിക്ക് പേസ്റ്റൽ കളേഴ്സായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദേ നോക്കിക്കോ, ഇപ്പം തൊട്ട് തുടങ്ങും നമ്മുടെ ഫസ്റ്റ് ട്രബിള്. ഇപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മുട്ട വെക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ താഴ്ഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രം വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഇതായിരുന്നു അവസ്ഥ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് മൊത്തം വീണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അത് എടുത്തിട്ട് ഉരുക്കി ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ ട്രബിൾ നോക്കോ. മുട്ട വെക്കാനായിട്ട് ഞാൻ ഈ ഒരു ഡെക്കോർ ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സൂക്ഷിച്ച് നോക്കിക്കോ, ആ മുട്ട പോകുന്നൊരു പോക്ക് കണ്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി, എല്ലാം കൂടെ വീണ് പോകുമോ എന്നുള്ളത്. ബട്ട് അവിടെ അത് നിന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ ഇവിടെയൊക്കെ മൊത്തം പോയിട്ടും ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ചെയ്യുന്നത് മൊത്തം പാളി പോകുമായിരുന്നു. ഇങ്ങനെ ഒരു അടപ്പെടുത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അപ്പം അതെനിക്ക് തോന്നിയില്ല. കുറേ വട്ടം ആലോചിച്ച് ഓരോ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ഒരു ഐഡിയ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിവേയ്സ്, ഫസ്റ്റ് ക്യാൻഡിൽ അങ്ങനെ സെറ്റാക്കി വെച്ചു. രണ്ടാമത്തെ ക്യാൻഡിലിന് വേണ്ടിയിട്ട് നമ്മൾ ലാവൻഡർ കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു ക്യാൻഡിലിൻ്റെ വീഡിയോയിലില്ലേ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഈ ക്യാൻഡിലിൻ്റെ ത്രെഡ് തന്നെയാണ് കേട്ടോ വീണ്ടും ക്യാൻഡിൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ വേഗം കത്തുകയും ചെയ്യും. കണ്ടോ, ഇതൊക്കെയാണ് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ 3 ക്യാൻഡിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാക്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഉണങ്ങിയിട്ട് നമുക്കിത് ഇതേപോലെ തന്നെ എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ഏറ്റവും വലിയ മെസ്സ് ഉണ്ടാക്കിയ ഒരു ക്യാൻഡിലാണ് ഈ യെല്ലോ ക്യാൻഡിൽ. ദെൻ 3 ക്യാൻഡിലും ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാൻഡാണ്. എന്താണെന്നറിയില്ല, എനിക്കൊരു സാധനവും ഡയറക്റ്റായിട്ട് നിലത്ത് വെക്കുന്നത് ഇഷ്ടമല്ല. ഫിഷ് ബൗളിന് സ്റ്റാൻഡ് ഉണ്ടാക്കുക, പ്ലാൻ ബൗളിന് സ്റ്റാൻഡ് ഉണ്ടാക്കുക, ക്യാൻഡിലിന് സ്റ്റാൻഡ് ഉണ്ടാക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ക്യാൻഡിൽ ഉണ്ടാക്കിയപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കുന്നു. ബട്ട് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റിക്ക് വാങ്ങിയപ്പോൾ തന്നെ കളേർഡ് ആയിരുന്നു. ഈ ഒരു സ്കൈ ബ്ലൂ കളർ തന്നെ ആയിരുന്നു. മൊത്തത്തിൽ ഈ ഒരു കളറിൽ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ചെയ്തു വന്നപ്പോൾ അത് നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് എല്ലാം ഒട്ടിച്ച് വന്നപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ കുറവ് വന്നു. ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയതൊക്കെയാണ്, പക്ഷേ എവിടെയാണ് പാളിപ്പോയെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ 2 യെല്ലോ സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനായിട്ട് കളർ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇതുമായിട്ടൊരു മാച്ച് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കളേർഡ് കല്ലെടുക്കുന്നുണ്ട്. ഇതിനൊരു സ്റ്റാൻഡായി കുറച്ച് ഉയരത്തിൽ നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കല്ലുകൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ 4 സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞു. സംഭവം ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സാധനം എന്തിൻ്റെങ്കിലുമൊക്കെ പുറത്ത് വെക്കാനായിട്ട്. അതായത് വെറുതെ ഡയറക്റ്റ് ആ നിലത്തേക്ക് വെക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കുന്നത്. ഈ ഒരു കളേർഡ് ആയിട്ടുള്ള കല്ലിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നോർമൽ ആയിട്ടുള്ള കല്ലുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്തായാലും അടിഭാഗത്തുള്ളതാണ്, വലുതായിട്ടൊന്നും കാണില്ല. എങ്കിലും ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് എടുത്തതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള മെറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. ഇത് നമ്മൾ ക്യാൻഡിൽ വെക്കാനായിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇനി നമുക്ക് ക്യാൻഡിൽ എന്തായി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഈ റെഡ് ആണല്ലോ, അപ്പോൾ അതിന് ഉണങ്ങാനായിട്ട് അത്യാവശ്യം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല ടെൻഷനിലാട്ടോ ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ട്രബിൾസ് കിട്ടിയതുകൊണ്ട് ഇനി എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയണ്ടായിരുന്നില്ല. കിട്ടി. ഞാൻ വിചാരിച്ച പോലെയുള്ള കളറല്ല കിട്ടിയത്. എനിക്ക് അതിൻ്റെ അടിഭാഗത്തായിരുന്നു ഫുള്ള് കളറും ഉണ്ടായിരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പേസ്റ്റൽ കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു.
റെഡ് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കിട്ടിയതിനെക്കാട്ടി വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. ബട്ട് എല്ലാം കുഴപ്പമില്ലാതെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കളറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ ഇതിങ്ങനെ കാണാനായിട്ട്. നല്ല ഉണ്ടമണിയായിട്ടുള്ള ക്യാൻഡിൽസ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ കടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂന്നാമത്തേതാണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുണ്ടായിരുന്ന ക്യാൻഡിൽ. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒഴിച്ചപ്പോൾ തന്നെ ആ ഒരു വാക്സ് നല്ല ചൂടോടെയായിരുന്നു ഒഴിച്ചത്. ഒഴിച്ചപ്പോഴേ എന്തൊക്കെയോ സൗണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പോകുമായിരിക്കുന്നു. കുറച്ച് തണുത്തിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ആ ഒരു ടെൻഷൻ കാരണം പറ്റിപ്പോയതാണ്. മുട്ട പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ടേപ്പ് എടുത്ത് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിഭാഗം നോക്ക് ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലുണ്ടായിരുന്നു. ബാക്കി രണ്ടെണ്ണം അടിപൊളിയായിരുന്നു. പിന്നെ ഈ മെസ്സൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടായിരുന്നു ഞാൻ അടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ടേബിൾ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോർണറിലാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ടേബിൾ ഇടാറുള്ളത്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ടേബിൾ ലൈറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇടാറുണ്ട്. റീസെൻ്റ്ലി ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, റൂം കാണിക്കുമോ എന്നൊക്കെ ഉള്ളത്. റൂം കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടടാ. പക്ഷെ ഭയങ്കര മെസ്സാണ്. ലെഫ്റ്റ് സൈഡിൽ ഫുൾ മെസ്സായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെ കാണിക്കാൻ? അപ്പോൾ ഞാൻ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു ഭാഗം മാത്രം കാണിക്കാം. ഇത് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇപ്പോൾ കുറേ ആയിട്ടില്ലേ എനിക്ക് ടേബിളിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കാണുന്നതേ ഇഷ്ടമല്ല. എത്രത്തോളം പ്ലെയിൻ ആക്കി വെക്കാമോ അത്രത്തോളം ഞാൻ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ടേബിളിൽ ഒന്നും വെക്കാറില്ല. ഓർഗനൈസേഴ്സോ ഒരു സാധനങ്ങളും വെക്കാറില്ല. ഇനി നമുക്ക് ജേർണൽ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കോർണർ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻഡിലും സ്റ്റാൻഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ ക്യാൻഡിലും സ്റ്റാൻഡും വെക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കോർ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തെർമോകോൾ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കോർണർ സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ 3-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി ആയി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജേർണലിങ് ചെയ്യാമല്ലേ, അപ്പോൾ ഒരു കോഫിയൊക്കെ ആയിട്ടിരുന്ന് വിശാലമായിട്ട് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു ടൈമിലാണ് ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടതിന് ഒരു വേർത്തായി എന്ന് എനിക്ക് തോന്നിയത്. എന്ത് രസമാണ് നോക്കടാ, ക്യാൻഡിൽ കത്തിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മൈ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ലാവൻഡർ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആ ഒരു വിൻറ്റേജ് ജേർണൽ ചെയ്യുമോ എന്ന് ചോദിച്ചവർക്ക് ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾ ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മൊമെൻറ്റ് എനിക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിനു മുമ്പും ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചായിട്ട് ഞാൻ നിർത്തി വെച്ചതായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ജേർണലിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഒരു അടിപൊളിയായിട്ടുള്ള കാര്യം കേട്ടോ ഇത്. നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജേർണലിംഗ്. കുറച്ച് സമാധാനപരമായിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ഇമോഷൻസ്, അത് ഹാപ്പിനെസ് ആയാലും സങ്കടമായാലും എന്തായാലും എഴുതി വെക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പില്ലേ നമ്മളൊരു ഹാപ്പി മൊമെൻ്റ് ഒക്കെയാണ് ഇതിൽ എഴുതി വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ എടുത്ത് വായിക്കുമ്പോൾ അപ്പോഴും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ സങ്കടമാണെന്നുണ്ടെങ്കിലും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആരോടെങ്കിലും പകരം നമുക്ക് ഈ ബുക്കിനോട് പറയാം, നമുക്കിതിൽ എഴുതി വെക്കാട്ടോ നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടും. ഈ ഒരു ഷീറ്റില്ലേ, ഇത് ഞാനൊരു ഹാമ്പറിങ് പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിയതാണ്. 20 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ഷീറ്റിന്. ഒരു വിൻറ്റേജ് തീമിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാധനം. കോഫിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാനത് കുടിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് എപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കോഫി ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നത്. പിന്നില്ലേ ഞാൻ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്, എല്ലാവരുടെയും വായിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കേട്ടോ നിങ്ങളുടെ ഓരോ കമൻറ്റും വായിക്കാറുള്ളത്. അതിപ്പോൾ നല്ല കമൻ്റ് ആയാലും ചീത്ത കമൻ്റ് ആയാലും ഒക്കെ എനിക്ക് ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് കമൻറ്റ് വായിക്കുമ്പോൾ. പിന്നെ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ പേര് പറയുമെന്നൊക്കെ ചോദിക്കുന്നില്ലേ, കമൻറ്റ് ഇട്ടിട്ടുള്ള എല്ലാവരുടെ പേരും നമ്മൾ പറയുന്നതായിരിക്കും. ബട്ട് ഏത് വീഡിയോയിൽ എപ്പോൾ പറയുന്നറിയില്ല, ബട്ട് പറഞ്ഞിരിക്കും കേട്ടോ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു ജേർണലിൽ എന്താ എഴുതേണ്ടതെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കാലത്തിനിടയ്ക്ക് എൻ്റെ ഒരു ലൈഫിൽ ഇത്രയും ഞാൻ സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസമില്ല. അത് നിങ്ങൾ കാരണമാണ്. അപ്പോൾ നിങ്ങളോടുള്ള നന്ദിയാണ് ഞാൻ ഈ ഒരു ജേർണലിൽ ഫുൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജേർണലിങ് ചെയ്തിട്ടുള്ളത്. ഒരു വിൻറ്റേജ് തീമിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എൻവലപ്പും ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നില്ലേ ഒരു കാര്യം പറയാം, കുറച്ച് പേര് ഗീവ് അവേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഗീവ് അവേ ചെയ്യണം, നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരണം എന്നുള്ളത്.
ബട്ട് കറൻ്റ്ലി ഐ എം നോട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഒരു ഗീവ് അവേ അഫോർഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്കില്ല. ബട്ട് നമ്മുടെ ചാനലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗീവ് അവേസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ട് ഗിഫ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗീവ് അവേസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല ഫാമിലി ആയിട്ട് ഗ്രോ ചെയ്യാം. നല്ല ഗിഫ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗീവ് അവേസും കണ്ടക്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജേർണലിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു വിൻറ്റേജ് തീമിലേക്കൊക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ജേർണലിങ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇത്ര എഫേർട്ട് ഇട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ജേർണലിങ്. ഇതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ആംബിയൻസും എല്ലാം കൂടെ മൈ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫൈനൽ ലുക്ക് ഉള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച വിൻറ്റേജ് തീമിലേക്കായോ എന്ന് എനിക്കറിയില്ല. എനിവേസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതനുസരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഓൾ.